ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഉത്രാടവിളക്ക് കത്തിക്കുന്നതോടുകൂടി നൂറിനാട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പപ്പയാണ് ഇതിൻ്റെ എല്ലാം മെയിൻ. അത് ഒരുക്കുന്നതും സംഭവങ്ങളെല്ലാം വൈകിട്ടാകുമ്പോൾ ഇവിടെയുള്ള എല്ലാ വീടുകളും ഇതേപോലെ ഉത്രാടവിളക്ക് കത്തിക്കും കേട്ടോ. ഞങ്ങളുടെ മലപ്പുറത്ത് ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര കൗതുകമാണ്. തലേന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പൂക്കളിടാൻ തുടങ്ങും കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വലിയ പൂക്കളാണ് ഇട്ടത്. എന്തായാലും പൂക്കളം അടിപൊളിയായി. ഇനിയുള്ളത് നമ്മളെല്ലാവരും ഓണക്കോടിയൊക്കെ ഇടും. ഇതാണ് നിവിയുടെ ഓണക്കോടികളിൽ ഒന്ന്. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോയി. മലപ്പുറത്തിൻ്റെ അതേപോലെ അല്ല, സദ്യ ഡിഫറെൻ്റാണ്. ഞാൻ ആദ്യം നിവിക്ക് കൊടുത്തു. ഞാൻ നിവിൻ തറയിലിരുന്ന് കേട്ടോ കഴിച്ചത്. അവൻ കുറച്ച് കഴിച്ചിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോയി. പിന്നെ ഇനി എൻ്റെ ടേണാണ്. ആദ്യം തന്നെ ഞാൻ പരിപ്പും നെയ്യും ഒഴിച്ച് കഴിച്ചു. അതിനുശേഷം ബാക്കി ചോറിൽ സാമ്പാർ ഒഴിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് മോര് ഒഴിച്ച് കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ വയറ് പൊട്ടാറായിട്ടോ. പിന്നെ മുഴുവൻ തിന്നാൻ കഴിഞ്ഞില്ല. ലാസ്റ്റായിട്ട് ഇത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ബോളി ഉണ്ടായിരുന്നു. ബോളിയും പാൽപ്പായസം. അതോടുകൂടി ഞാൻ ഇപ്രാവശ്യത്തെ ഓണസദ്യ